എൻ്റെ മുറിവുകളെ നിങ്ങൾ അറിഞ്ഞതല്ലേ, വെട്ടിപ്പിടിച്ചതും കൊതിച്ചതും വരം തന്നല്ലേ. എൻ്റെ നിഴലുകളെ നിങ്ങൾ ഉറങ്ങിടലേ, ഈ തെരുവിൻ്റെ നിലവിളി ഭയം തന്നല്ലേ. എൻ്റെ രക്തം ചീന്തി വെച്ച മഴവുണ്ടല്ലോ, അതു കരയായി പിറന്നതും അറിഞ്ഞില്ലേ നീ. ഞാൻ തുന്നി ചേർത്തു വെച്ച പുഴയുണ്ടല്ലോ, അതും കീറി പറിച്ചു കൊണ്ടോടില്ലേ നീ. എൻ്റെ ഉറ്റവരായി ഞാൻ കണ്ടവരൊക്കെയും പോയി മുഖം കാട്ടി ചിരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പൊന്തിയ നാർസിസ വേദന കഥയായി പിറന്നപ്പോൾ ഇത് കഥനം 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 പിറവി കൊണ്ട തിരുകഥന കഥ. ഹയോൾ, എൻ്റെ പേര് മിഡ്മാഡ്. ഞാനൊരു റാപ്പറാണ്, ആർട്ടിസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് IFFK മുടങ്ങാതെ വരുന്നുണ്ട്. IFFK എന്ന് പറയുമ്പോൾ ആക്ച്വലി ദിസ് ഫീൽസ് ലൈക്ക് എ ഫാമിലി ടു മീ. ആക്ച്വലി ഞാൻ 4 കൊല്ലം വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ലൈക്ക് എൻ്റെ ബേസിക് ലെവൽ ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് IFFK ആദ്യമായിട്ട് കാണാൻ വരുന്നത്. ആ സമയത്ത് ഇത് ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് പടങ്ങൾ കാണുക, ആ ഒരു സംഭവം മാത്രമാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ആക്ച്വലി ഇവിടെ വരുന്നത് ലൈക്ക് മീറ്റിംഗ് ന്യൂ പീപ്പിൾ, ബിൽഡിങ് എ ഫാമിലി, ഇറ്റ്സ് എ കൾച്ചർ. ആക്ച്വലി ഞാൻ ബേസിക്കലി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റാൻ എന്നെ IFFK ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 4 കൊല്ലം മുന്നേ വരുമ്പോൾ, ബാക്ക് ഇൻ 2022 വരുമ്പോൾ എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു എല്ലാവരും മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടാൻ പറ്റും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ടാലൻറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് എങ്ങനെ ഇത് പുഷ് ചെയ്യണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നു, നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവർ നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. ആക്ച്വലി ഞാൻ സിനിമ കാണുന്നതൊക്കെ കൂടുതൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എപ്പോഴും ഇവിടെ പാട്ട് പരിപാടികളുണ്ടാവും, കുറേ പേര് കൂട്ടം കൂടിയിരുന്നിട്ട്. അപ്പോൾ ആ സമയത്ത് ആ ബാക്ക് സ്റ്റേജിൽ നിന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് വന്നിരുന്ന് പിന്നെ അവിടെ കൂട്ടത്തിൽ വന്നിരുന്ന് പാടാൻ തുടങ്ങി. അതൊക്കെയാണ് ആക്ച്വലി എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മൾ കാണുന്ന കൈൻഡ് ഓഫ് മൂവീസ്, രസമുള്ള കുറേ കളക്ഷൻ ഓഫ് മൂവീസ് ഇവർ എല്ലാ കൊല്ലവും കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് കാണുന്ന പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ പോവുക. പിന്നെ എന്താ പറയുക, ലൈക്ക് ഇറ്റ്സ് സംതിങ് ലൈക്ക് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതും എന്നെ ഒരുപാട് മുമ്പോട്ട് പുഷ് ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ലാസ്റ്റ് കൊല്ലം പരിചയപ്പെട്ട ഒരു റാസി ബ്രോ ആണ് ആക്ച്വലി എൻ്റെ പാട്ടുകൾ നിനക്ക് ഈ ഒരു സാധനം ഉണ്ട്, നീ ചെയ്യുമെന്ന് പറയണം. അതുവരെ എനിക്ക് ആക്ച്വലി ഞാൻ മ്യൂസിക് ഡയറക്ഷനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അസിസ്റ്റിങ്ങാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് മുമ്പോട്ടൊന്ന് മുൻതാരം നിൽക്കാൻ ഭയങ്കര പേടിയൊക്കെയായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം മാറ്റിയത് IFFK ആണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ IFFK വരണം, ഈ പരിപാടി അറ്റൻഡ് ചെയ്യണം. ഈ കൾച്ചർ എന്താണ്, ഈ ഫാമിലി എന്താണ്, ഈ എനർജി എന്താണെന്ന് നോക്കണം. കാരണം നമ്മുടെ അതേ പ്രാന്തുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് കൂടുമ്പോൾ ആക്ച്വലി നമ്മുടെയും കൂടെ എനർജി ആ ഒരു ലെവലിലേക്ക് പുഷാവാണ്. അത് തന്നെയാണ് എനിക്ക് IFFK. അത്ര വേഗമല്ല ചിത്രഗുപ്തനുണ്ടുകൂടെ, ശത്രുഭാരമുണ്ടു മർത്തിനായി പിറന്നതല്ലേ, പഞ്ചപുച്ഛമില്ല വഞ്ചിതൻ്റെ കപ്പലാണ്, ഈ സൂചി കൊണ്ടു കാൽ മുറിഞ്ഞുപോയി. നാടുവാഴിയല്ല നാക്കെടുത്ത ഭ്രാന്തനാണ്, വാക്കെടുത്തുരമ്പു കോർത്തുലച്ചു വച്ചതാണ്, കൂമനായി പിറന്നു രാത്രി കാവലേറ്റതാണ്, ഞാൻ ഓടി കാൽ കുഴഞ്ഞുപോയി. 4 ആൾ കാണുക ഞാൻ നാറിയിട്ടുണ്ട്, 4 ആൾ കാണുക ഞാൻ കെഞ്ചിയിട്ടുണ്ട്, നാട്ടാരെ മുന്നിൽ ഞാൻ തെണ്ടിയിട്ടുണ്ട്, എന്നെ കള്ളനാക്കുമോ ഇനിയും കുരിശിലേറ്റുമോ.